ഹലോ എവരി വൺ. ഇത്തവണത്തെ ഓണം എല്ലാവരും അടിപൊളിയായിട്ട് അത് തന്നെ ആഘോഷിച്ചു എന്ന് കരുതുന്നു. പിന്നെ ഞാനിവിടെ നേരത്തെ തന്നെ ഓഫൊക്കെ റിക്വസ്റ്റ് ചെയ്ത് അനീതിയുടെ വീട്ടിൽ പോയി എല്ലാവരും കൂടെ അവിടെ ഓണത്തിന് ഒത്തുകൂടി. രാവിലെ തന്നെ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ തോടി ഞാനും മനോജനും കൂടെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് കൊടുത്തു. അനീതി തന്നെയാണ് വിഭവങ്ങളെല്ലാം ഒരുക്കിയത്. അത് നാലാൾ ചെയ്യുന്ന ജോലി പാവം ഒറ്റയ്ക്ക് തന്നെ നിന്ന് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എവിടെ നിന്നെല്ലാമോ കുറച്ച് പൂവൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ എങ്ങനെയോ ഈ ഒരു തരത്തിലുള്ള അത്തപ്പൂക്കളം ഒപ്പിച്ചെടുത്തു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി. ആ പൂക്കളം കണ്ടിട്ട് നല്ല ഭംഗി തോന്നുന്നു. ഞങ്ങൾ സ്വയം അഹങ്കരിച്ച നിമിഷം. പിന്നെ എല്ലാവരും കൂടി പൂക്കളത്തിന് മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം ടൈം പോയി. അങ്ങനെ എല്ലാവരും പല പോസിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഒത്തു, കുറച്ചൊക്കെ ഇങ്ങനെ ഫ്ലോപ്പായി പോയി. പിന്നെ വീട്ടിലെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു എന്നാൽ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാലൊക്കെ. അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അവിടുത്തെ പാർക്കിലോട്ട് വെച്ച് പിടിപ്പിച്ചു ഫോട്ടോസൊക്കെ എടുത്തു പല പോസിലുള്ള. പിന്നെ ചാറ്റൽ മഴ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ഒത്തിരി നേരമൊന്നും ആ പാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് ഫോട്ടോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. എല്ലാവരും പിന്നെ നേരത്തെ വീട്ടിലോട്ട് പോയി. മഴ കനക്കും എന്ന് പേടിച്ച് തന്നെ. പിന്നെ അതുകൊണ്ട് നേരത്തെ വീട്ടിലെത്തി. അതുകൊണ്ട് തന്നെ ഒരു കൃത്യസമയത്ത് ഒരു 1:30 ആയപ്പോഴത്തേനും ഓണസദ്യയൊക്കെ കഴിക്കാൻ പറ്റി. ആദ്യം പിള്ളേർ സെറ്റാണ് ഇരുന്നത്. പിന്നീട് ബാക്കി എല്ലാവരും. ഞങ്ങളുടെ ഓണസദ്യ അടിപൊളിയായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് പേർ ക്ഷീണം തീർക്കാൻ പോയി. ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവരും കൂടെ കൂടിയ നിമിഷമല്ലേ, അപ്പം കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് പോയി. അപ്പം ചുമ്മാ ഒരു രസത്തിന്. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം. അടിപൊളിയായിരുന്നു.